ഹലോ! കേരള PSC പരീക്ഷകൾക്ക് വേണ്ടി നന്നായി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഒരു സന്തോഷവാർത്തയുണ്ട്. നിങ്ങളുടെ കരിയറിൽ തന്നെ ഒരു പുതിയ വഴിത്തിരിവായേക്കാവുന്ന ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ നിങ്ങളുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഈ മാറ്റത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങളിൽ പലരുടെയും മനസ്സിൽ ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവുമല്ലേ? പ്രായം കൂടി വരികയാണല്ലോ, ഇനി പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നൊക്കെയുള്ള ടെൻഷൻ. സർക്കാർ ജോലി എന്ന നമ്മുടെ സ്വപ്നം ഈ പ്രായപരിധി കാരണം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു പേടി. ഈ ഒരു ചിന്ത കാരണം നിങ്ങളുടെ പഠനത്തിന്റെ ആ ഒരു ഫ്ലോ നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ ആ പേടിയൊക്കെ ഇനി മാറ്റിവെച്ചോളൂ. കാരണം കേരള PSC പരീക്ഷാ പ്രായപരിധിയിൽ വളരെ പോസിറ്റീവായ നിർണായകമായ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. ഇത് നിങ്ങളെപ്പോലെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആയിരക്കണക്കിന് പേർക്ക് ഒരു പുതിയ തുടക്കം കുറിക്കാനുള്ളൊരു സുവർണ അവസരമാണ്. അപ്പോ എന്താണ് ഈ പുതിയ മാറ്റം? ഓരോ കാറ്റഗറിക്കും പ്രായപരിധി എങ്ങനെയാണ് മാറിയിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് തന്നെ നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം ഈ കണക്കുകൾ നിങ്ങളുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ജനറൽ കാറ്റഗറിയിൽ വരുന്നവർക്ക് ഇനി 40 വയസ്സുവരെ PSCക്ക് അപേക്ഷിക്കാം. മുൻപ് പ്രായം കഴിഞ്ഞുപോയി എന്ന് കരുതി വിഷമിച്ചിരുന്ന പല പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കാൻ നിങ്ങൾക്ക് മുന്നിൽ പുതിയൊരു വാതിൽ തുറന്നിരിക്കുകയാണ്. ഇനി OBC വിഭാഗത്തിന്റെ കാര്യം നോക്കാം. നിങ്ങൾക്കുള്ള പുതിയ ഉയർന്ന പ്രായപരിധി 43 വയസ്സാണ്. അതായത് ജനറൽ വിഭാഗത്തിനേക്കാൾ 3 വർഷം അധികം. ഇത് നിങ്ങളുടെ തയ്യാറെടുപ്പുകൾക്ക് കൂടുതൽ സമയം നൽകുമല്ലേ? SC/ST വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണ് ഏറ്റവും വലിയൊരു ആനുകൂല്യം കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് 45 വയസ്സുവരെ PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കാം. ഇതൊരു വലിയ ആശ്വാസം മാത്രമല്ല, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുന്നൊരു തീരുമാനമാണ്. നോക്കൂ, ഈ മാറ്റങ്ങളെല്ലാം ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ ഈ ടേബിൾ നിങ്ങളെ സഹായിക്കും. ജനറൽ 40, OBC 43, SC/ST 45. വേണമെങ്കിൽ ഈ സ്ലൈഡിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ. ഇത് നിങ്ങളുടെ മുന്നിലുള്ള പുതിയ അവസരങ്ങളാണ്. ഓക്കെ, ഈ കണക്കുകളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തു മാറ്റമാണ് കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കുന്നതിലാണ് കാര്യം. അതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് അടുത്തതായി അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ മാറ്റം കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണമെന്താണ്? 1. നിങ്ങൾക്ക് കൂടുതൽ പരീക്ഷകൾ എഴുതാൻ പറ്റും. പ്രായം ഒരു പ്രശ്നമാകുമെന്ന് കരുതി പിന്മാറിയവർക്ക് ഇതൊരു ഗംഭീര തിരിച്ചുവരവിനുള്ള അവസരമാണ്. 2. തയ്യാറെടുപ്പിന് കൂടുതൽ സമയം കിട്ടുന്നു. ഈ അധിക സമയം കൃത്യമായി ഉപയോഗിച്ചാൽ നിങ്ങളുടെ വിജയസാധ്യത ഉറപ്പായും കൂടും. അപ്പോ ഈ പുതിയ അവസരം നിങ്ങളുടെ മുന്നിലുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്നതാണ് ചോദ്യം. വെറുതെ ഇരിക്കാനുള്ള സമയമല്ല ഇത്. ഈ മാറ്റം നമുക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള സമയമാണത്. ഈ ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഈ അധികമായി കിട്ടിയ സമയം, ഈ പുതിയ അവസരം, നിങ്ങളുടെ സർക്കാർ ജോലി എന്ന സ്വപ്നം നേടാനായി നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്? ഓർക്കുക, നിങ്ങളുടെ ഭാവിയുടെ താക്കോൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ്. ഈ അവസരം നന്നായി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുക.